വയനാട് മണ്ഡലത്തിൽ ഇപ്പോൾ ആനി രാജ LDF സ്ഥാനാർത്ഥിയായ ആനി രാജയെ സ്വീകരിക്കുകയാണ്. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്നും ആനി രാജയ്ക്ക് മണ്ഡലത്തിലേക്ക് സ്വാഗതം ഓതുകയാണ് അവിടെ LDF പ്രവർത്തകർ. വളരെ ആവേശത്തോടെ റോഡ് ഷോയായി സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നു. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ് നമ്മളോടൊപ്പം. അനൂപ്, ആനി രാജയ്ക്ക് വയനാട് മണ്ഡലത്തിലേക്ക് വലിയ സ്വീകരണം ഒരുക്കുകയാണ് LDF. വലിയ ആത്മവിശ്വാസം, പ്രതീക്ഷകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനു, ആനിരാജയ്ക്ക് അല്പസമയം മുൻപാണ് വയനാട് ജില്ലാ അതിർത്തിയായ കണ്ണൂർ വയനാട് ജില്ലാ അതിർത്തിയായ ബോയ്സ് ടൗണിൽ വെച്ച് ഇപ്പോൾ LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. കഴിഞ്ഞ ദിവസം തന്നെ അവർ ഇവിടെ എത്തിയിരുന്നു. ഇന്നാണ് വയനാട്ടിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ സ്ഥാനാർത്ഥിയാണ് ആനി രാജ. ആദ്യ വനിതാ സ്ഥാനാർത്ഥിയാണെന്ന ഒരു പ്രത്യേകത കൂടി ആനി രാജയ്ക്കുണ്ട്. ഏതായാലും ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരത്തിനായി അവരെത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം തുടങ്ങിയ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ആദ്യം ആനി രാജ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. ആനി രാജയ്ക്ക് ഒരു വിപുലമായ ഒരു സ്വീകരണ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നൽകുന്നത്. തുറന്ന വാഹനത്തിൽ ബോയ്സ് ടൗണിൽ നിന്ന് ഇപ്പോൾ ആനി രാജയെ ആനയിച്ച് മാനന്തവാടി ടൗണിലേക്ക് കൊണ്ടുപോകും. മാനന്തവാടി ടൗണിൽ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ബത്തേരിയിലും പിന്നീട് കൽപ്പറ്റയിലും റോഡ് ഷോ, ആനിരാജയുടെ റോഡ് ഷോ നടക്കും. ഏതായാലും മണ്ഡലത്തിൽ സജീവമായി ആദ്യഘട്ട പ്രചാരണം ആരംഭിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF. ആദ്യ ദിന സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. പ്രചാരണ പരിപാടികൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നു. ആ രീതിയിൽ വലിയൊരു മുന്നേറ്റം പ്രചാരണ രംഗത്ത് LDF ഉണ്ടായിരിക്കുന്നു. ഏതായാലും ആനിരാജയ്ക്ക് ഇപ്പോൾ ഒരു സ്വീകരണ പരിപാടിയാണ് ഈ തലപ്പുഴ ബോയ്സ് ടൗണിൽ വെച്ച് നൽകുന്നത്. അല്പസമയത്തിനകം മാനന്തവാടി നഗരത്തിലേക്ക് റോഡ് ഷോ ആയി ബൈക്ക് റാലികളുടെ അകമ്പടിയോടുകൂടി ആനി രാജയെ ആനയിക്കും. അതിനുശേഷമാണ് ബത്തേരിയിലെയും കൽപ്പറ്റയിലെയും പരിപാടികൾ. തീർച്ചയായും ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് വയനാട് മണ്ഡലത്തിലെ പോരാട്ടം. രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ ആനി രാജ എത്തുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളിൽ ഒരാൾ വരുന്നതിന്റെ വലിയൊരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ LDFന്റെ ആത്മവിശ്വാസം വയനാട്ടിൽ എങ്ങനെയാണ് അനൂപ്? ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാട് മണ്ഡലത്തിലുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ രൂപപ്പെട്ടതാണ്. എന്നാൽ ഈ ഒരു സവിശേഷ സാഹചര്യമുള്ളത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏത് രീതിയിൽ വയനാടിന് ഗുണം ചെയ്തു എന്നുള്ളതാണ്. വയനാട്ടിൽ അനുഭവിക്കുന്ന അതിരൂക്ഷമായ നിരവധി അതിജീവന പ്രശ്നങ്ങളുണ്ട്. അതിൽ കാര്യമായി ഒരു ഇടപെടാത്ത നിഷ്ക്രിയനായിട്ടുള്ള ഒരു പാർലമെന്റേറിയൻ എന്നൊരു പേരുദോഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഏതായാലും വയനാട്ടിൽ പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നു. നമുക്കറിയാം, വന്യമൃഗശല്യം ഉണ്ടായ സാഹചര്യത്തിലെല്ലാം അവിടെ നാട്ടുകാർ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കുകയും ഈ വിഷയം പാർലമെന്റിൽ അദ്ദേഹത്തിന് കാര്യമായി ഉന്നയിക്കാനും പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കാനുമായില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ആ ഘട്ടത്തിലാണ് ദേശീയ പ്രാധാന്യമുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങളുള്ള ഒരാളായ ആനി രാജ വയനാട്ടിലെത്തുന്നത്. NDA സജീവമായി സഹകരിക്കുന്ന CPIയുടെ ദേശീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ടയാളാണ് ആനി രാജ. ആനി രാജ വയനാട്ടിലെത്തുമ്പോൾ അത് കോൺഗ്രസിന് തന്നെ പല കാര്യങ്ങൾക്കും മുന്നണി സമവാക്യവുമായി ബന്ധപ്പെട്ടുമെല്ലാം മറുപടി പറയേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുമെന്ന ഉറപ്പാണ്. ഏതായാലും LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, നേരത്തെ തുടങ്ങിയ പ്രചാരണം, ആ ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് ഏതായാലും ആനി രാജ വയനാട്ടിലെത്തുന്നത്. അവർക്ക് ഒരു വിപുലമായ ഒരു പ്രചാരണ തുടക്കമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വീകരണ പരിപാടിയാണ് ഇവിടെ LDF നേതൃത്വത്തിൽ ഇന്ന്. ഇപ്പോൾ ഇത് ബോയ്സ് ടൗണിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ആനി രാജ നിൽക്കുന്നത് സ്വീകരണം, അതിനുശേഷം മാനന്തവാടിയിലേക്ക്, പിന്നെ കൽപ്പറ്റയിലേക്ക്, അങ്ങനെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഇന്ന് തന്നെ റോഡ് ഷോയായി സ്ഥാനാർത്ഥി എത്തുകയാണോ? തീർച്ചയായും. അതായത് ഇന്നിപ്പോൾ മാനന്തവാടി ബോയ്സ് ടൗണിലാണ് സ്വീകരണ പരിപാടി ആരംഭിച്ചത്. ഇത് ജില്ലാതിർത്തിയാണ്. ഇവിടെ തോട്ടം മേഖലയാണ്. തോട്ടം തൊഴിലാളികളെ ഉൾപ്പെടെ സന്ദർശിച്ചുകൊണ്ടാണ് ആനി രാജ മാനന്തവാടിയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടുകൂടി തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. അതിനുശേഷം ബത്തേരിയിലും ഇതേപോലെ കൽപ്പറ്റയിലും ഇത്തരത്തിലുള്ള പ്രധാന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. റോഡ് ഷോ ആയിരിക്കും പ്രധാനമായി നടക്കുക. അതിനുശേഷം നമുക്കറിയാം, വയനാട് മണ്ഡലത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായാണുള്ളത്. അവിടേക്ക് ഇപ്പോൾ പുറപ്പെട്ടു തുടങ്ങിയല്ലേ അനൂപ്? അവിടെ ഒന്ന് പുറപ്പെട്ടെന്ന് തോന്നുന്നല്ലേ? റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. തുറന്ന വാഹനത്തിൽ
മാനന്തവാടി MLA OR കേളുവിന്റെ സാന്നിധ്യത്തിൽ ആനി രാജ ഇപ്പോൾ മാനന്തവാടിയിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന അനൂപ്, സ്കൂട്ടറിൽ ഇരുചക്രവാഹനങ്ങളിൽ നിരവധി പ്രവർത്തകർ ആനി രാജയെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. വലിയൊരു ജനപങ്കാളിത്തം, പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. എനിക്ക് തോന്നുന്നു വലിയൊരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ദേശീയ ശ്രദ്ധയുള്ള മണ്ഡലം, ആ രീതിയിൽ രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിലൊരു മത്സരം, അതിൻ്റെയൊക്കെ ഒരു സവിശേഷത ഇത്തവണ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിനുണ്ടല്ലേ. ആനി രാജയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. തുറന്ന വാഹനത്തിൽ അവർ മുന്നോട്ട് വരികയാണ്, വയനാട്ടിലേക്ക് കടന്നു വരികയാണ്. സ്ഥാനാർത്ഥിയായതിനു ശേഷമുള്ള ആദ്യ വരവാണ്. അപ്പോൾ ആ രീതിയിൽ വരവേൽക്കുകയാണ് ആനി രാജയെ. തീർച്ചയായും ആ രീതിയിൽ വലിയ ആവേശകരമായിട്ടുള്ളൊരു സ്വീകരണ പരിപാടിയായി നമുക്ക് ഇതിനെ കാണാം. നേരത്തെ ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം തന്നെ LDF-ൽ വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിന് കാരണമായിരുന്നു. ഇപ്പോൾ റോഡ് ഷോയിലെല്ലാം പങ്കെടുക്കുന്ന ജനങ്ങളുടെ ഒരു പ്രാതിനിധ്യമെല്ലാം മനസ്സിലാക്കിയാൽ അതിൽ തോട്ടം തൊഴിലാളികളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, അത്തരത്തിൽ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതികരിച്ചുള്ള ആളുകൾ ഏതായാലും ഈ റോഡ് ഷോയ്ക്ക് ഉൾപ്പെടെ അവരെ സ്വീകരിക്കുന്നതിനും വോയിസ് ടൗണിലേക്ക് ഉൾപ്പെടെ എത്തിയിരുന്നു. ഏതായാലും അത്തരത്തിൽ വലിയ ആവേശകരമായ ഒരു സ്വീകരണമാണ് ആനി രാജയ്ക്ക് വയനാട്ടിൽ ലഭിച്ചത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ പങ്കെടുത്ത ആളുകളുടെ ഒരു സവിശേഷതയ്ക്ക് മനസ്സിലാക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാളായാണ് ആനി രാജ ഏതായാലും വയനാട്ടിലേക്ക് എത്തുന്നത്. അവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെ ആ രീതിയിൽ വളരെ സവിശേഷകരമായിട്ടുള്ള ഒരു സാഹചര്യം വയനാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ ഒരു ചെറിയ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു ചെറിയ ചരിത്രമുള്ള വയനാട്. വയനാട് ബോയ്സ് ടൗണിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയാണ് ബോയ്സ് ടൗൺ. അവിടെ നിന്ന് റോഡ് ഷോയായി സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ, മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ആവേശം LDF പ്രവർത്തകരിൽ കാണാൻ കഴിയുന്നുണ്ട്. വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന പോരാട്ടം കൂടി നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഏതായാലും ദേശീയ നേതാവായ ആനി രാജ മത്സരത്തിലെത്തുമ്പോൾ അവിടെ ആവേശം വലിയ തോതിൽ കൂടുകയാണ്. തത്സമയ ദൃശ്യങ്ങളും വാർത്തകളുമാണ് നമ്മൾ കണ്ടത്.